ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ പച്ചരി വെച്ചിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. നമ്മൾ പച്ചരി കൊണ്ട് നല്ല സോഫ്റ്റായ അപ്പം കുറേ ദിവസം കേടുകൂടാതിരിക്കുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കാം കേട്ടോ. 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര പാനി ആക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ അപ്പം ഉണ്ടാക്കാൻ നമ്മൾ പച്ചവെള്ളം ചേർക്കണില്ല കേട്ടോ. നമ്മൾ ഈ ശർക്കര പാനിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ തോനെ വെള്ളം ഒഴിച്ചത് പാനിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ് പച്ചരി വെള്ളത്തിൽ ഒരു 3 മണിക്കൂർ കുതിരാൻ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ടുണ്ട്. 2 കപ്പ്, അതായത് 250 ml 2 കപ്പ് പച്ചരി കുതിർത്തിട്ട് വെള്ളം വാർത്ത് കളഞ്ഞതാട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് നമ്മുടെ മിക്സ് ചെയ്ത ജാറിലേക്ക് നമുക്കൊരു 2 ട്രിപ്പ് 3 ട്രിപ്പായിട്ട് അരച്ചെടുക്കേണ്ടി വരും. കുറേശ്ശെ പച്ചരി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പച്ചരി ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 2-3 ട്രിപ്പ് അരയ്ക്കാനുണ്ടാവും. പിന്നെ ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരപ്പാനി ഇല്ലേ, ശർക്കരപ്പാനി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ വെള്ളമല്ല, ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടാട്ടോ നമ്മൾ അരയ്ക്കണത്. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ചെറിയൊരു തരിതരിപ്പ് വേണം കേട്ടോ. ഇങ്ങനെ വേണം അരച്ചെടുക്കാൻ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് അരയ്ക്കാം കേട്ടോ. അടുത്ത ട്രിപ്പും അതുപോലെ തന്നെ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അരയ്ക്കാം കേട്ടോ. നമുക്ക് ഒപ്പത്തിന് ശർക്കരപ്പാനി എടുക്കാം, അത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തതും കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ചെറിയ തരി വേണം കേട്ടോ. ഇനി ഞാൻ 3 പാളയംകുടം പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ മിനിറ്റ്, പാളയംകുടം പഴം നമുക്കിതിലിട്ട് കൊടുക്കാം. 3 പാളയംകുടം പഴം, ഒരു 4 ഏലക്കായ തൊലിയോട് കൂടിയിട്ട് നമുക്ക് ഇടാം കേട്ടോ. 1/4 കപ്പ് മൈദ നമുക്ക് ചേർക്കാം കേട്ടോ. നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടിയും ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിക്കാം. കണ്ടോ, അപ്പോൾ ഞാനൊരു വിധം കട്ടിക്കാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഒരു പാൻ അടുപ്പം വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നാളികേരം നമ്മൾ കൊത്ത് മൂപ്പിക്കുകയല്ലേ ചെയ്യുക. ഞാൻ നാളികേരം നമ്മൾ ചിരകിയിട്ടുള്ളത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചോളും. കൊത്താവുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് കടിച്ച് കളയാനാവും. അപ്പോൾ ഇത് ഞാൻ ചിരകിയതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു റെഡ് കളർ വരുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിടാം കേട്ടോ. ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിടുക. ഇനിയിപ്പോൾ എള്ള് വേണ്ടവർക്ക് എള്ളിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് കോരി വെച്ച് അപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അപ്പം ഉണ്ടാക്കാം. പിന്നെ മധുരം ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു തരി ഉപ്പ് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നിങ്ങൾ എന്തായാലും ചെയ്യണം. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഒരു തരി ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പത്തട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ണിയപ്പത്തട്ട് നന്നായി അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടാവട്ടെ. ഞാൻ കുറച്ച് നെയ്യും കൂടി ഈ വെളിച്ചെണ്ണ എന്തിലാച്ച നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട്
ചൂടായിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ആയ കാരണം ചെറിയ ഉണ്ണിയപ്പമായിരിക്കും കേട്ടോ. അപ്പതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ. നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. കല്ല ഇതിൽ കുറച്ച് കൂടിപ്പോയി, അതാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു വാല് പോലെ വന്നത്. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും. സോഫ്റ്റ് അപ്പമാണ് കേട്ടോ. നമ്മൾ ഈ പച്ചരി കുതിർത്തിട്ട് ഇങ്ങനെ അരച്ചുണ്ടാക്കുമ്പോൾ സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അരമണിക്കൂറൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. കലക്കി വെച്ചാൽ പെട്ടെന്ന് ഒരു 15 മിനിറ്റിനുള്ളിൽ വേഗം തന്നെ കോരി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതാ എല്ലാ സൈഡും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് ഈ ഭാഗം കൂടി ഒന്ന് മൂപ്പിക്കട്ടെ കേട്ടോ. ഓക്കെ, ഇനി ഇതും കൂടി ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ അതായിട്ടുണ്ട്. നമുക്ക് കോഴി എടുക്കാം. ചെറുതീയിലിട്ടിട്ട് മൂപ്പിക്കണം കേട്ടോ. ചെറിയ ഉണ്ണിയപ്പാണ് കേട്ടോ. നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ആയ കാരണം ചെറിയ ഉണ്ണിയപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളത് കൂടി ഞാൻ ഒഴിക്കട്ടെ കേട്ടോ. അതാ നമ്മുടെ എല്ലാം ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണ് കേട്ടോ. നമുക്ക് നന്നായി പൊന്തി വരും. നമ്മൾ ചെറുപഴം ചേർത്തത് നമുക്കൊരു 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുത്താൽ മതി. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം റെഡിയാവും. ഒരു 10-30 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പച്ചരി കുതിർത്തിട്ട് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ പച്ചരി ഒരു കുറച്ച് നേരം കുതിർത്താൻ ഇടണം. അതാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു തരി പോലും പച്ചവെള്ളം ചേർക്കണ്ട. നമ്മൾ ഈ ശർക്കര ഉരുക്കിയിട്ടുള്ള ആ വെള്ളം കൊണ്ട് നമ്മൾ പച്ചരി അരച്ചാൽ മതി. അത്ര തന്നെ പെട്ടെന്ന് നമുക്ക് പച്ചരി കുതിർത്തേണ്ട ആ ടൈം മാത്രമേ പോവുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.